പപ്പിനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം? നോ, പപ്പ ഇഷ്ടം അമ്മ ഇഷ്ടം പറ. പപ്പ ഇഷ്ടം അമ്മ ഇഷ്ടം പറ. പാട് പാട്. ജോണി ജോണി പാട്. ഗുഡ് ഗേൾ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം സുഖമില്ല, സൗണ്ടൊക്കെ പോയി, ഭയങ്കര തണുപ്പാണ്. തണുപ്പ് സാരമില്ല എന്ന് വിചാരിക്കുക, പക്ഷേങ്കിൽ കാറ്റ്, നല്ല കാറ്റാണ് കേട്ടോ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ഏറ്റവും മുകളിലതിനെ കൊണ്ട് കാറ്റ് ഭയങ്കരമായിട്ടുണ്ട്. ചെവിയിലേക്കൊക്കെ കാറ്റ് കയറി. കഴിഞ്ഞ ദിവസം പട്ടം പറപ്പിക്കാനായിട്ട് കുറച്ച് നേരം ടെറസിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ദിവസം അന്ന് നല്ലോണം കാറ്റടിച്ച് കയറിയിട്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് ചെറുങ്ങനെ അസുഖം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്നും കൂടെ അധികമായി. അങ്ങനെ സൗണ്ടൊക്കെ പോയി. അപ്പം ചോറൊന്നും ഞാൻ ഏട്ടന് കൊടുത്തുവിടാൻ ഉണ്ടാക്കാറില്ല. ഏട്ടൻ ക്യാൻറ്റീന്ന് കഴിക്കാറാണ്. അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കലും ഇല്ല. അപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഏട്ടൻ വരുമ്പോഴേക്ക് ചെമ്മീനും ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ മുറിച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ഇവിടെ സ്മെല്ല് എങ്ങോട്ടും പോകാനുള്ളൊരു വഴിയില്ലല്ലോ, എല്ലാം അടച്ചു പൂട്ടി വെച്ചതിനെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതിൻ്റെ അകത്തേക്ക് കുത്തിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് പെരുംജീരകവും അതേപോലെ തന്നെ നമ്മുടെ കുരുമുളകും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ട് അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞളും മല്ലിയും മുളകും ഉപ്പും കൂടി ഇട്ട് കുഴച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് അതൊന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ചു കൊടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ കുറേയധികം ചെറിയുള്ളിയും കുറച്ച് ഒരു വലിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് വാട്ടിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ചിക്കൻ വെച്ചിട്ട് ഏട്ടന് നല്ല ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു അങ്ങനെ വെച്ചാൽ മതിയെന്ന്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പുളി മുളക് ഇട്ടിട്ടാണ് ചെമ്മീൻ കഴിക്കാറ്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അയ്യോ, താഴെ ഞങ്ങൾ ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പുറത്ത് തന്നെ ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് അവിടെ കാണിച്ചാൽ പെട്ടെന്ന് മാറലുണ്ട്. അവിടുത്തെ അവരെ കാണിച്ചാൽ ഒരു ലേഡി ഡോക്ടറാണേ. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് കാണിച്ചപ്പോഴാണ് സൗണ്ട് ഇത്രയെങ്കിലും വന്നത്. സൗണ്ട് ഫുൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഹേയ്, എന്നാ ചെയ്യുന്നേ? എന്നാ തിന്നുന്നേ? എന്ത് മോളിൽ കയറി കുതിരൻ്റെ വീഴരുതേ, വീഴരുത്, വീഴരുത്, വീഴരുത്. എന്തോ എന്തോ മോളെ, എന്താ മോക്ക് മണക്കുന്നേ? മച്ചിലിയാ? ഓ, മച്ചിലി മോക്ക് തരും. ഓ, ഗീ വേണോ? ഗീ വെയിലില്ലല്ലോ, വെയിലില്ലല്ലോ, എന്തോ ചെയ്യും? പിന്നെ അവർ തന്നിട്ടുള്ള ഗുളിക കുടിച്ചപ്പോൾ സൗണ്ടൊക്കെ തിരിച്ച് കിട്ടിയിട്ട് പിന്നെ ഉപ്പ് വെള്ളമൊക്കെ ഗാർഗിൾ ചെയ്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സുഖമായി പോയിട്ടുണ്ടായിരുന്നു. രാത്രി എനിക്ക് കിടുകിടാ വിറയ്ക്കുക. ഞാൻ 3 പുതപ്പൊക്കെ വെച്ചിട്ടാണ് ഉറങ്ങിയത്. അത്രയ്ക്കുമുള്ള ഒരു തണുപ്പ്. ഞാൻ ചേട്ടനും തണുപ്പുണ്ട്, നേട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടന് തണുപ്പില്ലെങ്കിൽ മാത്രം തണുപ്പ്. അങ്ങനെ എല്ലാം കൂടെ ഇപ്പം കുറഞ്ഞു കേട്ടോ. കുളിക്കാൻ വിടുന്നില്ല ഏട്ടാ. എന്നോട് രാവിലെ എണീറ്റിട്ട് കുളിക്കണ്ടെങ്കിൽ 2-3 ദിവസം അസുഖമൊക്കെ മാറട്ടെ എന്നിട്ടൊക്കെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ ഇപ്പം കുളിക്കലൊന്നുമില്ല. രാവിലെ എണീറ്റ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തല നനയ്ക്കലില്ല, മേല് മാത്രം കഴുകും. അയ്യോ,
എൻ്റെ അനിയനും ഇതേ സെയിം. അവന് വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവൻ ലീവിന് വന്നിട്ടുണ്ടെന്ന്. ലീവിന് വന്ന് പിറ്റേ ദിവസം അവന് നല്ല പനി. രാത്രി 3 മണിക്ക് അച്ഛനും അമ്മയും കൂടെ കൊയിലാണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്. 3 മണിയായപ്പോൾ അവന് സൗണ്ടൊന്നും വരുന്നില്ല. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എടീ ഞാൻ വിചാരിച്ചു ഞാൻ തന്മാത്രയില്ല മോഹൻലാലായി പോയിന്ന്. എനിക്ക് സൗണ്ട് വരുന്നില്ല, കാലും കൈയൊക്കെ എന്തൊക്കെ ഒരു ഭാഗത്തേക്ക് കോടിപ്പോയ പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അവന് കൗണ്ട് പറഞ്ഞിട്ടില്ല, പനി വന്നതാണ്. ഇവിടെ അവിടെ കൊയിലാണ്ടി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുന്ന് ഇതൊക്കെ ഇട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ അവന് ഇപ്പോൾ ഓക്കെ ആയി. ബുധനാഴ്ച അവന് പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞതതിന് സുഖമില്ലാണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ മാറിയിട്ട് പോകണം. അങ്ങനെ ഞാൻ ഈ ഒരു ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി ഒരു വലിയ ഉള്ളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വാട്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിലല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എനിക്ക് വായിക്ക് വന്നപ്പം പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ല. ഏട്ടനെ ഇഷ്ടം അതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ഒരു ചെറിയ തക്കാളി കൊണ്ട് 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തക്കാളി കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. പക്ഷേ എങ്കിൽ എത്ര തന്നെ സമയമെടുത്ത് വാട്ടിയിട്ടും അത് വാടുന്നില്ല, നല്ല കല്ല് പോലെയുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നേരത്തെ പൊടിച്ച് ബാക്കി ഈ പെരിഞ്ജീരകവും അതേപോലെ തന്നെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, വാടി വന്നിട്ടില്ല, തക്കാളി വാടുന്നില്ല. നല്ലോണം വാടി വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊരിച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ആവുകയെ. ഇവിടെ നിന്ന് ഇപ്പോൾ സ്മെല്ലൊക്കെ താഴോട്ട് പോകും. ഇത് ഞാൻ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു താഴത്ത് വരെ ഇതിൻ്റെ മണം വന്നിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ രസമൊന്നും തോന്നില്ല, പക്ഷേ എങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ ചായ വെക്കണം. അപ്പോഴത്തേക്ക് രാത്രിത്തേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. അപ്പുറത്തെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കുള്ളൂ. ഓരോ ആടെ മറ്റേ നായുള്ളതിനെ കൊണ്ട് ഓരോ കേടേയും പോകാൻ വേണ്ടി പറ്റൂല. ഇതിനെ ട്രെയിനിലിട്ട് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അവർക്ക് കാറുണ്ടായിരുന്നേ, കഴിഞ്ഞ വർഷത്തെ കാർ അവർ വിറ്റ് കളഞ്ഞ്. അതുകൊണ്ട് അവർക്കിപ്പോൾ ഈ ഒരു നായിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരാളിവിടെ നിൽക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പം അവർ നാട്ടിൽ പോയി അവരമ്മേനെ ഇവിടെ ആക്കിയിട്ട് നമ്മളോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണേ ഇത്, എന്നിട്ട് ഇവിടെ ആക്കിയിട്ട് പോയി. ഇതുള്ളതിനും കണ്ടില്ലേ, അവരും പോയിരുന്നു. അവരുടെ ഭാര്യയും കുട്ടികളും നാട്ടിലാണ്, അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൾക്കും പരത്തണം എന്ന് തന്നെ നിർബന്ധം. ഇവളെ ചപ്പാത്തിൻ്റെ മാവ് കിട്ടിയാൽ വിടേയില്ല. ആദ്യമൊക്കെ ഈ ഒരു മാവ് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോകും. ഞാൻ വിചാരിക്കും കളിക്കാനറ്റാനായിരിക്കും കൊണ്ടുപോകുന്നത്. ഇവള് തിന്നാൾ ഈ ഒരു മാവ്. അപ്പം എൻ്റെ അടുത്തുനിന്ന് ഇരുന്ന് പരത്തുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ സംഭവം ശരിയായി. ഇവിടെ ടി വിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം ടി വി എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യായിട്ടാണോ അന്നൊന്നും അറിയൂല. അങ്ങനെ ഈ ഒരു തണുപ്പ് എന്ന് വെച്ചാലില്ലേ, ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് തണുപ്പിനെക്കാട്ടും കൂടുതലായിട്ട് തോന്നുന്നത് കാറ്റാണ്. കാറ്റൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു താഴത്തുള്ള ഈ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ എല്ലാം കൂടെ പതച്ച് മൂടിയിട്ടാണ് പോയത്. അത്രയ്ക്കും കാറ്റാണ്, ഭയങ്കര കാറ്റ്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊന്നും ഇത്രത്തോളം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെ പുതച്ച് മൂടിയിരിക്കുമ്പോൾ ഏട്ടൻ പറയും എന്നെയും കൊണ്ടുപോകണം, ഞാൻ കുളു മണാലി പോകേണ്ടത്. ഞാൻ ഏട്ടനോട് എപ്പോഴും പറയും എനിക്ക് കുളു മണാലി ഒന്ന് കാണിച്ചു തരുമോ. അപ്പം ഏട്ടൻ പറയും എനിക്ക് ഇവിടുത്തെ തണുപ്പ് പോലും സഹിക്കാൻ പറ്റുന്നില്ല, അപ്പയാന്നല്ല കുളു മണാലി പോകുന്നത്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് എന്നെ കളിയാക്കും. അപ്പം ഞാൻ ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവളും പരത്തുന്നുണ്ട്, ഞാനും പരത്തുന്നുണ്ട്. രണ്ടാളും ചപ്പാത്തി പരത്തൽ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പം ഡെയിലി പ്രമോഷൻ കിട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചെറിയ പ്രമോഷൻസൊക്കെ
ചെറിയ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം 1000 1500 രൂപയ്ക്കൊക്കെ മുകളിലോട്ടുള്ളതാണ് കേട്ടോ. ചെറുതല്ല. എന്നാലും എനിക്ക് ഇതിനെ നമ്മൾ പ്രമോഷന് അവരിങ്ങനെ പറയുമ്പോൾ എനിക്കിതിന് എത്ര റേറ്റാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടെ. ആദ്യമായിട്ടല്ലേ ഞാനിത് എനിക്കറിയാണ്ടൊക്കെ ചിലത് നമുക്ക് നല്ല റേറ്റ് പറയേണ്ടതിനൊക്കെ ഞാൻ കുറച്ച് പൈസയാണ് പറയുക. ഇതിപ്പോൾ അവസാനം ഞാൻ യൂട്യൂബിൽ തന്നെ ഒരാളെ അടുത്ത് ചോദിച്ചു നോക്കി. ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെടുത്ത് ചോദിച്ചു നോക്കി. അവൾ ചെയ്തത് ഞാൻ കണ്ടിട്ട് അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്ത് മണ്ടത്തിയാക്കി, ഇത്ര റേറ്റ് ഒന്നല്ല ഇതിന് പറയേണ്ടത്, ഇത്രയൊക്കെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെയൊക്കെ പോകുന്നു ചെറിയ ചെറിയ പ്രമോഷൻസ്. അപ്പോൾ അവസാനത്തെ ചപ്പാത്തിയും ചുട്ടിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചായ കൊടുക്കണം, പിന്നെ എന്നാ കുറച്ച് TV കണ്ടിട്ട് ഉറങ്ങണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുമേ. താങ്ക് യു. കടിക്കൂലേ മോളാ?